പൊന്നാനി നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. വാർഡ് 11-ലെ ഈശ്വരമംഗലം 64-ാം നമ്പർ അംഗനവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു. പൊന്നാനി നഗരസഭ വാർഷിക പദ്ധതി 2023-24 അംഗനവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി. വാർഡ് 11-ലെ ഈശ്വരമംഗലം 64-ാം നമ്പർ അംഗനവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു. ഒരുപക്ഷെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ കീഴിലുണ്ടായിരുന്ന ഈ വനിതാ ശിശുക്ഷേമ വകുപ്പിനെ രണ്ട് വകുപ്പായിട്ട് പ്രത്യേകമായിട്ട് സാമൂഹ്യക്ഷേമത്തെ വേറെയും വനിതാ ശിശുക്ഷേമം മറ്റൊരു വകുപ്പുമായിട്ട് ഏറ്റെടുക്കുന്നതിന് കാരണം, അല്ലാതെ വിഭജിക്കുന്നതിന് കാരണം, ഏറ്റവും കൂടുതൽ ഈ സമകാലിക സാമൂഹ്യ സാഹചര്യത്തിൽ ഊന്നൽ നൽകേണ്ടത് ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം ഒരുപക്ഷെ നമ്മളൊക്കെ തന്നെ മുമ്പ് ബാലികാ സദനങ്ങളായി ആരംഭിച്ച അംഗൻവാടി സംവിധാനം കേവലം കുട്ടികളെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് അവരെ അല്പനേരം മാറ്റി നിർത്തുന്നതിനുള്ള സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് അത് ആക്ട് ചെയ്തത്. ആദ്യകാലങ്ങളിലൊക്കെ തന്നെ പോഷകാഹാരത്തിൻ്റെ കുറവ് നികത്തുന്നതിനുള്ള പോഷകാഹാരം ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്രങ്ങളായിട്ടാണ് അത് പ്രവർത്തിച്ചത്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ അംഗൻവാടികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ആരോഗ്യ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്കെടുപ്പിൻ്റെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അംഗൻവാടി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. നഗരസഭ, പഞ്ചായത്ത് പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് തലത്തിലുള്ള അതിൽ കേന്ദ്രീകൃതമായിട്ട് നമ്മൾ വാടക കെട്ടിടത്തിൽ മെച്ചമില്ലാത്ത ഭൗതിക സാഹചര്യത്തിൽ നിലനിന്നിരുന്ന ഒരു അങ്കണവാടി ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യത്തോടെ ഒരുക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി സ്വന്തമായി ഭൂമിയുള്ള മുഴുവൻ അങ്കണവാടികൾക്കും മികച്ച കെട്ടിടങ്ങൾ പണിത് പുതിയ തലമുറയെ അക്ഷരത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ വ്യക്തിജീവിതത്തിൻ്റെ അടിത്തറപാകുന്ന ഏറ്റവും സുപ്രധാനമായ കേന്ദ്രമായ അങ്കണവാടികളെ ഏറ്റവും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന നഗരസഭയുടെ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടിക്ക് 3 സെന്റ് ഭൂമി വാക്കൂറ്റിൽ മോഹനൻ സംഭാവന നൽകുകയും നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19 ലക്ഷം രൂപ ചിലവിൽ സ്മാർട്ട് അംഗനവാടി പണിയും. അംഗനവാടി വർക്കറായിരുന്ന പ്രസന്ന ടീച്ചറുടെ നാമധേയത്തിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഊപ്പാല അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാരായ എ അബ്ദുൽ സലാം, കെ വി ബാബു, സി വി സുധ, ആയിഷ, ഷാലി പ്രദീപ്, ഭൂമി വിട്ടു നൽകിയ മോഹനൻ വാക്കൂറ്റിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാർഡ് കൗൺസിലർ നസീമ ഈ സ്വാഗതവും അംഗനവാടി വർക്കർ റഹ്മത്ത് നന്ദിയും പറഞ്ഞു. അംഗനവാടി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ രാമകൃഷ്ണൻ, പി സുകേഷ് രാജ്, ഷിജിലേഷ്, മണികണ്ഠൻ, നിഷ, അയ്യപ്പൻ, കെ ബൈജു എന്നിവർ സംബന്ധിച്ചു. PGTV ന്യൂസ് പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.